അർജുനും ശ്രീധുവും ഇപ്പോൾ ഒരുമിച്ച് ജയിലിലായിരിക്കുകയാണ്. അവിടെ ശ്രീധുവിന് ഓൾറെഡി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീധു അവിടെ കിടന്ന് ജയിലിൽ കിടന്നിട്ട് എനിക്ക് ദാഹിക്കുന്നേ, വെള്ളം വേണം, ഫുഡ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓളിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെള്ളം കൊണ്ട് അർജുൻ വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അർജുൻ പറഞ്ഞു ജയിലിൽ ചാടാം, ചവിട്ടി കയറ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധുവിനെ കൊണ്ട് ചവിട്ടി കയറ്റിച്ച് ജയിലിൽ ചാടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് നോറ കടന്നു വന്നു. നോറ നിന്ന് ചിരിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട്. അപ്പോൾ നോറയുടെ നിൽപ്പ് കണ്ടപ്പോൾ പന്തികേട് തോന്നിയിട്ട് സായി രാജാവ് അങ്ങോട്ട് എഴുന്നള്ളിയപ്പോൾ ശ്രീധു മുകളിൽ നിൽക്കുന്നു. അപ്പോൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അർജുൻ്റെ ഷോൾഡറിൽ ചവിട്ടിയിട്ട് പുറത്തേക്ക് ഇറക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴേക്കും സായി അവിടേക്ക് എത്തി. സായി അവിടെ നിന്നിട്ട് ജയിലിൽ ചാടാനുള്ള പരിപാടിയായിരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്കി പിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണത്തിനും ഒരുമിച്ച് അങ്ങ് ജയിലിലിട്ടു. അർജുനെയും ശ്രീധുവിനെയും ഒരുമിച്ച് അങ്ങ് ജയിലിലാക്കി. ആ സമയത്ത് ബിഗ് ബോസ് അവിടെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ സൂക്ഷിച്ചുപയോഗിക്കണം, എല്ലാം നിങ്ങൾക്ക് രസകരമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അപകടങ്ങൾ വരുത്തി വെക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ജയിൽ ചാട്ടം പാടില്ല എന്നൊരു വാണിംഗ് അവിടെ കൊടുത്തു. എന്നുവെച്ചാൽ അത് റിസ്ക് ആണ്, അത് ജസ്റ്റ് കൊണ്ടുവച്ചിട്ടുള്ള ഒരു കമ്പിഴയാണ്, അതിൽ ചിലപ്പോൾ ചവിട്ടി കയറുന്ന സമയത്ത് അത് മറയാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കണം. എന്തായാലും അർജുനും ശ്രീധുവും കൂടി ഒരുമിച്ച് ജയിലിലിട്ട സമയത്ത് രണ്ടെണ്ണം കൂടി അവിടെ കിടന്ന് പൊരിഞ്ഞടിയായിരുന്നു. നീ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും പിച്ചും മാന്തും ഇതൊക്കെ കണ്ട സമയത്ത് രാജാവിനും ഭടന്മാർക്കും ഒക്കെ തോന്നി. അവിടെ അഭിഷേക് വന്ന് നിൽക്കുന്നുണ്ട്, സായി വന്ന് നിൽക്കുന്നുണ്ട്, ജിൻഡോ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും തോന്നി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജയിലിട്ട് കഴിഞ്ഞാൽ കൂടുതൽ കണ്ടന്റ് പുറത്തേക്ക് പോകുമോ എന്നൊരു സംശയം. അത് സായിക്ക് തന്നെ തോന്നിയെന്ന് തോന്നുന്നു. സായിക്ക് ഒരു 5 മിനിറ്റ് പോലും അവരിട്ടില്ലാന്ന് തോന്നുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്ന് ജയിലിൽ തുറന്ന് രണ്ടെണ്ണത്തിന് റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം പുറത്ത് വന്നിട്ടും ശ്രീധു ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ശ്രീധു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് എൻജോയ് ചെയ്ത് ശ്രീധുവും അർജുനും അവിടെ ചെയ്യുന്നതാണ് കാണുന്നത്. താക്കോലടിച്ചു മാറ്റാനായിട്ടും ചെങ്കോലടിച്ചു മാറ്റാനൊക്കെ അർജുൻ കിടന്നിട്ട് ചൊറിയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീധും അവിടെ കിടന്ന് പുറകെ നടന്നുകൊണ്ട് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.